വാക്കുകൂടെ പറയാം. യൂത്തിനോടാണ്, ടാലൻ്റ് ചെറിയ എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത്, അവളോട് കൂടിയിട്ടാണ് പറയുന്നത്. തൊഴിലിൽ എന്ത് ജോലി ഉണ്ടല്ലോ, IAS ജോലി കിട്ടുകയാണെങ്കിലും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും സ്വയം തൊഴിലുണ്ടെങ്കിൽ, തൊഴിലെടുക്കാൻ നമുക്ക് അറിയെങ്കിൽ, തൊഴിൽ പറഞ്ഞു കൊടുക്കാൻ അറിയെങ്കിൽ, തൊഴിലെടുക്കാനുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ വസ്ത്രനിർമ്മാണത്തിൽ നല്ല പൈസയും നല്ല ജോലിയും ആയിട്ടുള്ള ഒരു ജോലിയാണ് വസ്ത്രനിർമ്മാണം എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈൻ ധാരാളം പഠിക്കുന്നുണ്ട്. പലരുടെയും കയ്യിൽ വീട്ടിൽ മെഷീനുണ്ട്. എല്ലാം പൊടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ മിക്സി വെച്ചിട്ടോ വേറെ എന്തെങ്കിലും സ്റ്റാൻഡിൽ സാധനങ്ങൾ വെച്ചിട്ടോ ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കും. എന്തുകൊണ്ട് ആ മെഷീൻ എടുത്തത് സ്വന്തം കുട്ടികളുടെ യൂണിഫോം അടിക്കുന്നില്ല? വേണ്ട, ഒരു 500 രൂപയുടെ ചുരിദാർ കിട്ടിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ അറിയുന്നില്ല, ഫാഷൻ ഡിസൈൻ പഠിച്ചതായിരിക്കും. അപ്പം ഞാൻ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. തൊഴിൽ ചെറുപ്പം കുട്ടികൾക്ക് ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ തൊഴിലിനോട് ആഭിമുഖ്യം കൊടുക്കുക, അത് ഇതിൽ പരിചയപ്പെടുത്തുക, അതിലൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരാനുള്ളത് കൊടുക്കുക. ധാരാളം സാധ്യതകൾ, ഒരുപാട് സാധ്യതകൾ കേരളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഗാർമെൻറ്റ്സ് മേഖലയിൽ. ഇനി ഞാൻ ഒരുക്കുന്ന മെഷീനെല്ലാം, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കെല്ലാം മെഷീനുകൾ ഈ പുതിയ ടെക്നോളജിയുള്ള മെഷീനാണ് ഞാൻ കൂടുതൽ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ തീരുന്നതിന് മുന്നേ ഞാൻ ഇത്രയും പറയണം എന്നുള്ളത് തോന്നി. അതുകൊണ്ട് മാതാപിതാക്കളും എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികളും ഇത് കാണുന്ന കുട്ടികളും ശ്രദ്ധിക്കുക. പഠിപ്പിൻ്റെ ഒപ്പം തന്നെ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കുക. തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ UP യിൽ നിന്നോ കർണാടകത്തിൽ നിന്നൊക്കെ വരുന്ന ഡ്രസ്സുകളുടെ ഒപ്പം തന്നെ അതിനെ കിടപിടക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടാക്കാനുള്ള മെഷീനുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.